ഗെത്സമനെ തോട്ടത്തിലെ ഇരുളിൽ മഹാപുരോഹിതന്റെ ദാസനായെത്തിയ മാൽക്കസ് പത്രോസിന്റെ വാളാൽ തന്റെ വലത് ചെവി അറ്റുപോയ ആ ഭയാനകമായ നിമിഷം ഒരിക്കലും മറക്കില്ല. തന്നെ പിടികൂടാൻ വന്ന ആയുധധാരികളുടെ ഇടയിൽ നിൽക്കുമ്പോഴും ക്രോധത്തിന് പകരം കരുണ കാണിച്ച യേശുവിന്റെ ശാന്തത അവനെ അത്ഭുതപ്പെടുത്തി കാണണം. നിലത്ത് വീണ ആ ചെവി കയ്യിലെടുത്ത് യേശു അവന്റെ മുറിവിൽ സ്പർശിച്ചപ്പോൾ വേദന നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാവുകയും അവന്റെ ചെവി പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഈ അത്ഭുതം വെറും ഒരു ശാരീരിക സൗഖ്യം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ശത്രുവിനെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ദൈവപുത്രന്റെ പരസ്യമായ വെളിപ്പെടുത്തലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാൽക്കസിന്റെ പേര് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് അവൻ പരിചിതനായിരുന്നു എന്നതിന്റെ വലിയൊരു തെളിവാണ്. പത്രോസിനെ പിന്നീട് തിരിച്ചറിഞ്ഞ മാൽക്കസിന്റെ ബന്ധുവും ഈ സംഭവത്തിന് സാക്ഷിയായിരുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ചരിത്രപരമായ സഭാ പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സ്പർശനം മാൽക്കസിന്റെ ഹൃദയത്തെ മാറ്റിമറിക്കുകയും അവൻ പിന്നീട് യേശുവിന്റെ ഒരു വലിയ അനുയായിയായി മാറുകയും ചെയ്തു എന്നാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര വലയത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ അവന്റെ ഈ മാറ്റം അക്കാലത്ത് വലിയൊരു സാക്ഷ്യമായി മാറി, ഒരു ചർച്ചാ വിഷയവും ആയി മാറി. തന്നെ മുറിവേൽപ്പിച്ചവരെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ഗുരുവിന്റെ സന്ദേശം അവൻ ലോകമെമ്പാടും പിന്നീട് എത്തിച്ചു. പുരാതന രേഖകൾ പ്രകാരം മാൽക്കസ് പിന്നീട് ഒരു മിഷണറിയായി സേവനമനുഷ്ഠിക്കുകയും അനേകരെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. മാൽക്കസിന്റെ ജീവിതം ഒരു പാപിയുടെ മാനസാന്തരത്തിന്റെയും ദൈവത്തിന്റെ അളവറ്റ കൃപയുടെയും ജീവിക്കുന്ന അടയാളമായി ഇന്നും നിലകൊള്ളുന്നു. ഈ അത്ഭുതകരമായ സൗഖ്യം മാൽക്കസിന്റെ ആത്മീയ കണ്ണുകൾ തുറപ്പിക്കുകയും അവനെ നിത്യജീവന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ സ്നേഹം ഏതൊരു കഠിന ഹൃദയത്തെയും ഉരുക്കാൻ പ്രാപ്തിയുള്ളതാണെന്ന് മാൽക്കസിന്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. അധികാരത്തിന്റെയും ഭയത്തിന്റെയും ലോകത്തു നിന്ന് ക്രിസ്തുവിന്റെ സമാധാനത്തിലേക്ക് അവൻ പൂർണ്ണമായി കടന്നു വന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സൗഖ്യമാക്കൽ യേശുവിന്റെ അവസാനത്തെ അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മാൽക്കസിന്റെ സാക്ഷ്യം അക്കാലത്തെ റോമൻ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുകയും സുവിശേഷത്തിന് പുതിയ വാതിലുകൾ തുറക്കുകയും ചെയ്തു. തന്റെ യജമാനന്റെ കൽപ്പന അനുസരിക്കാൻ വന്നവൻ ഒടുവിൽ സ്വർഗീയ യജമാനന്റെ ദാസനായി മാറിയത് അത്ഭുതകരമായ ഒരു നിയോഗമായിരുന്നു. പത്രോസിന്റെ ആവേശം വരുത്തിയ മുറിവ് ക്രിസ്തുവിന്റെ കരുണയാൽ ഒരു വലിയ അനുഗ്രഹമായി പരിണമിച്ചു. ഏത് ഇരുളടഞ്ഞ സാഹചര്യത്തെയും പ്രകാശപൂർണമാക്കാൻ ക്രിസ്തുവിന്റെ ഒരു സ്പർശനം മതിയാകും എന്നതിന് മാൽക്കസ് ഒരു വലിയ തെളിവാണ്. ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളിലും മുറിവുകളിലും ക്രിസ്തുവിന്റെ സൗഖ്യം പ്രാപിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. മാൽക്കസ് തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ആ വലിയ പാഠം നമ്മുടെയും ജീവിതത്തിൽ വെളിച്ചമായി മാറട്ടെ. കർത്താവായ യേശു വേഗം വരുന്നു. അവിടുത്തെ വിശ്വസ്ത സുവിശേഷകരാകാം ഇന്ന് തന്നെ.